ഹലോ, മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതാ കാക്കും കുട്ടികളും കൂടി അരി കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മൈലാഞ്ചിക്കുള്ള സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനന്ന് കഴിഞ്ഞ ഏതോ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ സംഭവം പാളിയിട്ടുണ്ട്, മൈലാഞ്ചി തീരെ ചോക്കണില്ല. അതിട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവണം. എന്തായാലും അങ്ങനെ പോട്ടെ. അപ്പോൾ അതിന് ഐശുവിന് സ്റ്റിക്കറിൽ ഞങ്ങൾ ലവ് ചിഹ്നമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഐഷ മോൾക്ക് ഓരോ പാർട്ടാണ് കേട്ടോ ഈ സ്റ്റിക്കർ വരുന്നത്, അതൊക്കെ അങ്ങനെ ഒട്ടിച്ച് സംഭവം വലിയ കുഴപ്പമില്ല, എന്നാൽ വലിയ ഭംഗിയൊന്നും വരുന്നില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മൈലാഞ്ചി ഇടാൻ അറിയില്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഇടുക. അപ്പോൾ ഞാനും ഉമ്മാക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ വലത്തേക്കൈയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ചോദിത്തില്ല, അപ്പോൾ പിന്നെ എൻ്റെ മൂഡ് പോയി. അപ്പോൾ ഞാൻ ഇടത്തേക്കൈയിലൊന്നും ഇടാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ നാളേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കിയേക്കാണ് കേട്ടോ. പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സെലിയും ഷെയറാക്കും ഒക്കെ വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കുട്ടികളൊക്കെ കളിച്ചിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഞാൻ നോമ്പ് തുറക്കാനുള്ള തിരക്കിൽ തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ള മസാലയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നാളെ ബിരിയാണി ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. നാളത്തെ വീഡിയോ കാണാം കേട്ടോ.